ഇന്ന് രാവിലെ നടന്ന ഈ റെയ്ഡും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കൽ എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ 2 ദിവസമായിട്ട് ജമ്മു കാശ്മീരിലും ഗുജറാത്തിലും നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് ജമ്മു കാശ്മീർ പോലീസാണ് ഫരീദാബാദിൽ എത്തുന്നത്. ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഒരു മുറിയിൽ നിന്നും ഇവയൊക്കെ കണ്ടെടുക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. അതും ഇതും തമ്മിൽ ലിങ്ക് ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ഈ ഫരീദാബാദിൽ നിന്നും ആണ് ഈ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധമുണ്ട് എങ്കിൽ ഫരീദാബാദിൽ നിന്ന് എങ്ങനെ ചെങ്കോട്ട വരെ വന്നു എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടി വരും. ഒരു സംസ്ഥാനം കഴിഞ്ഞ് ഗുഡ്ഗാവിലെ ബോർഡർ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഫരീദാബാദിൽ നിന്നും പിന്നെ മെയിൻ റോഡ് മധുര റോഡ് വഴി നേരെ എങ്ങനെയാണ് ഈ ചെങ്കോട്ടയിലേക്ക് എത്തിയതെന്നുള്ള അതിന് 3-4 സ്ഥലങ്ങളിൽ പരിശോധനകളുള്ള നഗരമാണ് ഡൽഹി. പരിശോധനകൾ എന്ന് പറയുമ്പോൾ രാവിലെയൊക്കെ ബാരിക്കേഡുകളുള്ള സ്ഥലമാണ്, ഉച്ചയോടുകൂടി തന്നെ പരിശോധനകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കഴിഞ്ഞ് ഇതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രം ഒതുങ്ങി നിന്നിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന ഭീകരവാദം രാജ്യ തലസ്ഥാനത്ത് തന്നെ എത്തി എന്നുള്ള സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അധികാര കേന്ദ്രത്തിന് തൊട്ട് സമീപം തന്നെ ഇത്തരത്തിലൊരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പാർലമെന്റ് അറ്റാക്കിന് ശേഷം പാർലമെന്റ് അറ്റാക്ക് എന്ന് പറയുന്നത് പാർലമെന്റിന് നേരെ നടന്ന ആക്രമണം അന്ന് അതായിരുന്നു ഒരുപക്ഷെ BJPയുടെ ഏറ്റവും വലിയൊരു പ്രചരണ ആയുധമായിരുന്നു സർക്കാരിന്റെ. ആ ഒരു പ്രചരണ ആയുധം ആണ് ഒരുപക്ഷെ അവരെ പിന്നീട് അധികാരത്തിലെത്തുന്നതിന് സഹായിച്ചതുമൊക്കെ. അപ്പോൾ ആ ഒരു പാർലമെന്റ് അറ്റാക്ക് അവർ ആ രീതിയിൽ അത് ഉപയോഗിച്ചിരുന്നു. അത് പാകിസ്ഥാനെതിരെ ഉള്ളൊരു സംഭവമായിട്ട് മാറ്റാനും ഓപ്പറേഷൻ പരാക്രം കൊണ്ടുവരാനും ഒക്കെ അവർ ഉപയോഗിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം രാജ്യത്ത് സുരക്ഷിതമാണ് സംഭവങ്ങളെല്ലാം എന്ന് പറയുന്നു. പിന്നീട് മുംബൈ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോഴേക്കും UPA സർക്കാരിന്റെ സമയത്ത് മുംബൈ ആക്രമണം ഉണ്ടാകുന്നു. മുംബൈ ആക്രമണം വലിയ തോതിലൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് BJP ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ പ്രധാനമന്ത്രി തന്നെ മുംബൈയിൽ നേരിട്ട് പോയി ആ സംഭവ സ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നൊക്കെ മാറി ഞങ്ങൾ ഈ ഭീകരപ്രവർത്തനം ഏറെക്കുറെ ഉന്മൂലനം ചെയ്യുന്നു, ജമ്മു കാശ്മീർ സമാധാന പാതയിലേക്ക് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് ഇത്തരം ഒരു ഭീകരാക്രമണം എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ ഇവിടെ ഒരു ഇന്റലിജൻസ് പിഴവുണ്ടായിട്ടുണ്ടോ? സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇത് ഈ പറയുന്ന ഫരീദാബാദിലും ജമ്മു കാശ്മീരിലും ഒക്കെ പിടിച്ചെടുത്ത അതേ RDXന്റെ ഭാഗം തന്നെയാണോ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്? അത് ഇവിടെ മാത്രമായി ഒതുങ്ങിയിട്ടുണ്ടോ? മറ്റു വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും സ്ലീപ്പർ സെല്ലുകൾ ഇതുമായി ആക്റ്റീവാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. വലിയ തോതിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ഒരു വാഹനം മാത്രമേ ഉള്ളൂ എന്നൊരു സംശയം ഇനി വരാം. ഒരു വാഹനം മാത്രം ഇവിടെ വന്നു, ഇനി വേറെ വാഹനങ്ങൾ ഉണ്ടെങ്കിലോ ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇവയെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ കണ്ടെത്തേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടതിന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നഗരത്തിൽ വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. വാഹന പരിശോധനകൾ പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമീപ അയൽ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലും വലിയ തോതിൽ പരിശോധനയുണ്ട്. ലക്നൌവിൽ UPയിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്ന സാഹചര്യം, ഹരിയാനയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കടുത്ത ജാഗ്രതയിലേക്ക് ഡൽഹിയും സമീപ പ്രദേശങ്ങളും മറ്റ് അയൽ സംസ്ഥാനങ്ങളും ഒക്കെ നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് ഏതെങ്കിലും വ്യക്തികൾ മാത്രമാണോ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി മാത്രമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഇതിന്റെ പിറകിലുണ്ടോ? ആ സംഘടനയ്ക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ ലോജിസ്റ്റിക്സ് ആരാണ് പിറകിൽ നിന്ന് ചെയ്തത്? അതായത് ഇവർക്ക് ഈ സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ച് നൽകിയതാര്? ഈ വാഹനം സംഘടിപ്പിച്ച് നൽകിയതാര്? ഈ വാഹനത്തിനുള്ളിൽ നിറച്ച ശേഷം ഇതിവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതാര്? വരും മണിക്കൂറുകളിൽ ഡൽഹി പോലീസും ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ വാഹനം മാത്രമാണോ എന്നുള്ളതാണ്. ഈ ഒരൊറ്റ വാഹനം മാത്രമേ ഉള്ളൂ സ്ഫോടക വസ്തു നിറച്ചത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ പലയിടത്തായിട്ട് വെച്ച് നിർത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നഗരത്തിൽ കറങ്ങി നടക്കുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിനുള്ള അന്വേഷണവും എല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ആഭ്യന്തരമന്ത്രിയും അത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. വളരെ ഗൗരവത്തോടെ കാണുന്നു. അധികാര കേന്ദ്രം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിന് സമീപം തന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. സർക്കാരിനും അത് ഗൗരവത്തോടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്.